ഞങ്ങൾ പോവണ്. ഒരു നീണ്ടൊരു ട്രിപ്പ്, ഒരു 4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ വേറെ ഫ്ലൈറ്റ് പിടിച്ച് അടുത്ത ടെർമിനലിലേക്ക് യാത്ര ചെയ്യണം. അവസാനം ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ടെർമിനൽ 1-ലായിരുന്നു. അവിടെ ചെന്നിട്ട് ലോഞ്ച് മുതലാക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ അവസാനം രാമേശ്വരം കഫേ പോയിട്ട് ലൈറ്റായിട്ട് കഴിക്കേണ്ടി വന്നു. ഞങ്ങൾ CSTയിൽ എത്തിയിരിക്കുകയാണ്. ഒരു സമയം 2 മണിയായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണി എന്നുള്ള ഫീലേ ഉണ്ടായിരുന്നില്ല. കാര്യം എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. നീല കാറുകൾ, ഊബറുണ്ട്, റാപ്പിഡോ ഉണ്ട്. ഇവിടെ ക്യാബുകളൊക്കെയാണിത്. നീല കളർ ക്യാബുകളാണ്. കാർ എടുത്ത് പോവാണ്. ഞങ്ങളങ്ങനെ മുംബൈ ദർശനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിൽ നമ്മൾ മുംബൈയിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യും. ബസ് നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. പോഹ, പാവ് ഭാജി, പിന്നെ വടാപ്പാവ്, അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഇഡ്ലി വട, ഉപ്പുമാവ്, അങ്ങനത്തെ കുറേ ഐറ്റംസും അവൈലബിൾ ആയിരുന്നു. ഞങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തു. നേരത്തെ കണ്ട വീഡിയോ ഞാൻ അമ്മേനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ മൈക്ക് ചതിച്ചു. ബോംബെയിൽ ആദ്യമായിട്ടാണ് ഇവൻ വരുന്നത്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ ഇവൻ ആദ്യമായിട്ടാണ്. ഈ കുട്ടിയും മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇവൻ ആദ്യമായിട്ടാണ്. ഞങ്ങളെല്ലാവരും ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. ഞങ്ങൾ 3 പേരും ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. അമ്മയും അച്ഛനൊക്കെ മുന്നിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു വലിയ കോസ്റ്റ്ലി അല്ലാത്തൊരു റൈഡാണ്. രാവിലെ ഒരു 8:30 ആയിട്ട് തുടങ്ങും. 7 മണിയാകുമ്പം കഴിയും. അപ്പം മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും. അതാണ് ഈ ഒരു പാക്കേജിൻ്റെ ഉദ്ദേശം. ഇതേപോലത്തെ കുറച്ചുകൂടി എന്താ പറയുക, വലിയ കോസ്റ്റ്ലി അല്ലാത്ത അതിലും കുറഞ്ഞിട്ടുള്ള കോസ്റ്റ് ഉള്ളതും ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് AC പാക്കേജാണ്. അതിനൊരു 550 ഒക്കെയാണ് പെർ ഹെഡ്. അല്ലാതെ നോൺ AC ഒക്കെ വരുമ്പം അതിൽ 300 റേഞ്ചിലൊക്കെ കിട്ടും. നോൺ AC കുറച്ചുകൂടി നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പം AC ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. ഇതിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതിന് ഞങ്ങൾ 300 പേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ 7 പീപ്പിൾ, 7 ആൾക്കാരുണ്ട്. സ്റ്റേ എന്ന് പറയുന്നത് ബാന്ദ്രയിലായിരുന്നു, ബാന്ദ്ര ഈസ്റ്റിലായിരുന്നു. എന്നിട്ട് അവിടെ അടുത്ത് അവിടെ നിന്നൊരു 4 കിലോമീറ്റേഴ്സ് അവേ ആയിരുന്നു ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് ഒരു പിങ്ക് ടോയ്ലറ്റ് കണ്ടു. പിങ്ക് പോലീസ് എന്നൊക്കെ പറയുന്ന പോലെ പിങ്ക് ടോയ്ലറ്റ് ഉണ്ട്. ഇത് ലേഡീസ് ഓൺലി ടോയ്ലറ്റാണ്. ലേഡീസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബസ് സെറ്റപ്പിലുള്ള ടോയ്ലറ്റാണ്. ആദ്യം നമ്മൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ബോട്ട് ഉണ്ടെങ്കിൽ എവിടെയാണ് എലിഫൻ്റ് കേവ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ടൂർ പാക്കേജിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദിവസം പ്ലാൻ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യുന്നത് ബോട്ട് റൈഡാണ്. നമ്മുടെ താജ്, നമ്മുടെ ബോട്ട് റൈഡ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഫ്രെയിമിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതാ അങ്ങ് ദൂരെ. ഭയങ്കര വെയിലുള്ളൊരു ദിവസമായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു തൊപ്പിയൊക്കെ മേടിച്ച് തൊപ്പിയിടാൻ നേടി നോക്കിയപ്പം അതിട്ടിതാ ഒരാളിരിക്കുന്നത്. എൻ്റെ തൊപ്പി അടിച്ച് മാറ്റി. ഇതെൻ്റെ അമ്മമ്മ എൻജോയ് ചെയ്തിട്ടുണ്ട്. സിനിമാ നടന്മാരെല്ലാം പോകുന്ന യാട്ടാണ് അതൊക്കെ. അന്നൊക്കെ കാണാം കുറേ. ഇതിലത്ര വിസിബിൾ ആണോ എന്ന് അറിയില്ല, പക്ഷേ യാട്ട്
പോയിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ ആ ഒരു കര കാണുന്നു, അത്രേ ഉള്ളൂ. 120 എന്തോ ആണ് പെർ ഹെഡ് കാണിച്ചത്. 220 അല്ലേ, 220. അങ്ങനെ നമ്മൾ 3 ആക്ടിവിറ്റി എന്തോ ഉണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് ബസ്സുകാർ, നമ്മൾ AC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഈ 3 ആക്ടിവിറ്റി എടുക്കണം എന്ന് പറയും, നിർബന്ധം പറയും. അപ്പം അതിൽ ഏതാ നല്ലതെന്ന് വെച്ചിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഏതെങ്കിലും ഒന്ന് മാത്രം ചൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചപ്പം അവർ അത് സമ്മതിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല. അതൊക്കെ നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊക്കെ ഒന്ന് ക്ലിയർ ആയി വന്നേനെന്ന് തോന്നുന്നു. ആൻഡ് ഈ ആക്ടിവിറ്റി ഒക്കെ ഓപ്ഷനിലാണ്, മൊത്തം ആക്ടിവിറ്റി ഓപ്ഷനിലാണ്. ഏതെങ്കിലും ഒന്നൊക്കെ എടുക്കാനാണെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. ഇത് ഫുൾ അല്ലെങ്കിൽ ഏത് 2 ആക്ടിവിറ്റി അതുവരെ അവർ സമ്മതിച്ചത്. കൈ മുങ്ങി കിടക്കുന്നു, എന്തോ പ്ലാസ്റ്റിക് കൈ ആട്ടോ. സൈഡ് നമുക്ക് ഹാർബർ കാണാം, ഫുൾ ക്രെയിൻസ് ആണ്. മുംബൈ പോർട്ടും ഹാർബറും ഒക്കെ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു മുംബൈയിൽ നിന്ന് പോകുന്ന കാർഗോസ് ഒക്കെ കൊണ്ടുപോകുന്ന സ്ഥലമാണിത്. പെട്രോളും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ കൊണ്ടുപോകുന്നതൊക്കെയാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് വന്നതാണ്. എന്താ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അമ്മ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ആയിട്ട്, ഇവിടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ആയിട്ട്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറായില്ലേ? സൂപ്പറാണ്. അവിടെ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കാണാം. അത്ര വിസിബിൾ അല്ല. എന്താ കുടിക്കുന്നേ? പിന്നെ ഡോക്ടറേം. അടുത്തതായി നമ്മൾ പോകുന്നത് ഞങ്ങളൊരു 3D ഷോ കാണാൻ വേണ്ടി. 3D അല്ല, 11D ഷോ കാണാനാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ എൻട്രിയിൽ വെയിറ്റ് ചെയ്യാണ്. പേടിപ്പിക്കുന്നതൊന്നും അറിയില്ല. ഇവരൊക്കെയാണ് അംഗങ്ങൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. ഞങ്ങൾ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ 3D അല്ല 11D എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് വേറൊരു എക്സ്പീരിയൻസ്. അവിടെ പോയി. അതുപോലെ ഇതിലും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? ചാടി കളിച്ചോ? വയസ്സായ ആൾക്കാർക്കൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന അമ്മമ്മയും ഉണ്ടായിരുന്നു, വലിച്ചനും ഉണ്ടായിരുന്നു. അപ്പം അവർ രണ്ടുപേരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്കതൊരു പുതുമയുള്ള പോലെ തോന്നി. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ല, അവരൊക്കെ ത്രില്ലായിട്ട് തോന്നി. അപ്പം അവർക്കൊക്കെ ആയിരിക്കും. കാണുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, ഇത് 1976 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇവിടെയാണ് വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മയൊക്കെ 76 73. അപ്പോൾ അവിടെയാണ് എന്തായാലും അവിടെയാണ് വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ മുംബൈ വിസിറ്റ് ചെയ്യുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് പറയുന്നു. പിന്നെ അതേപോലെ രൺവീർ സിംഗും ദീപിക പടുക്കോണും ഒക്കെ വരാറുള്ളതും ഇവിടെ തന്നെയാണെന്നാണ് പറയുന്നത്. മുംബൈ ദർശൻ എങ്ങനെ ഉണ്ടായിരുന്നു? വേർത്തി ആയിരുന്നോ? നല്ല അടിപൊളി. ഇനി അടുത്ത എന്താ? അതുകൊണ്ട് ഇനി അടുത്ത എത്രയും വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുന്നു. മുംബൈ ദർശൻ അവസാനിപ്പിച്ച് ഇനി ലോണവാല ദർശിക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ല ഓർമ്മത്തിലാണ്. അപ്പം അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വേൾഡ് സീലിംഗ് ആണ്. ഫൈനലി ഈ ഒരു ട്രിപ്പ് എൻഡ് ചെയ്യുന്നത് ജൂഹു ബീച്ചിലാണ്. അത് ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ആൻഡ് ഒരു കുട്ടി ബീച്ചായിട്ടാണ് തോന്നിയത്. ഓവറോൾ മുംബൈ ദർശൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഫ്യൂ പ്ലേസസ് മാത്രം ഇറങ്ങി കാണാമെന്ന് പറയുന്നത് കുറവായിരിക്കും. ബാക്കിയൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കാഴ്ച കാണുന്ന പോലെ കാണാമെന്നേ ഉള്ളൂ. അപ്പം അതിലും പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു സ്വന്തമായിട്ട് റെൻ്റ് കാർ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഒരു ടിപ്പ് പറയട്ടെ,
നമ്മൾ മുംബൈയിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഒന്ന് കമ്പയർ ഒക്കെ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ കുറച്ച് കോഷ്യസ് ആയിട്ട് വേണം മേടിക്കാൻ. ഇവിടെ മൊത്തം ഫുഡ് സ്ട്രീറ്റാണ്. കുറേ ഇങ്ങനത്തെ ചാട്ടും പിന്നെ വേറെന്താ ജ്യൂസും ഗോല എന്നൊക്കെ പറയുന്ന കുൽഫി പോലത്തെ സംഭവം ഒക്കെയാണ്. അങ്ങനെ മുംബൈ ദർശനമൊക്കെ കഴിഞ്ഞ് കാറെല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു ലോണാവാലയ്ക്ക്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് ലോണാവാലയിൽ കാണാം. അപ്പം ബൈ ബൈ.